പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിയൊരുക്കി പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഗസയിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗസയിൽ 2 സ്ത്രീകളും 6 കുട്ടികളും ഉൾപ്പെടെ 32 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഗസയിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ട ആക്രമണമാണിത്. ഗസ സിറ്റിയിൽ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഷെയ്ഖ് റദ്വാൻ പോലീസ് സ്റ്റേഷനു നേരെ നടന്ന വ്യോമാക്രമണത്തിൽ ഓഫീസർമാർ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സമീപമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ബോംബ് വീണ് 3 കുട്ടികളും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗസ സിറ്റിയിലെ സെയ്തുൽ പരിസരത്തുള്ള ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ പ്രധാനമായും ബോംബ് വർഷിച്ചത്. ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർ അഭയം പ്രാപിച്ച കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 10 പേർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖാൻ യൂനിസിലും റഫയിലും ഉണ്ടായ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തെന്നും ഇതിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം നടത്തിയെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിശദീകരണം. എന്നാൽ ഹമാസ് ഈ ആരോപണം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. റാഫേൽ ഒരു തുരങ്കത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഹമാസ് പ്രവർത്തകരെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. ഒരു ഹമാസ് കമാൻഡർ അറസ്റ്റിലായി കഴിഞ്ഞു. ഇസ്രായേൽ സൈനികർക്ക് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ലെന്നും വെടിനിർത്തൽ ലംഘിക്കാൻ ഇസ്രായേൽ മനഃപൂർവ്വം നടത്തുന്ന പ്രകോപനമാണിതെന്നും ഹമാസ് വക്താക്കൾ അറിയിക്കുകയും ചെയ്തു. ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് പുതിയ ആക്രമണങ്ങൾ കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനോടകം 100 കണക്കിന് തവണ ഇസ്രായേൽ കരാർ ലംഘിച്ചതായി UN നിരീക്ഷകരും മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗസയിൽ പട്ടിണിയും പകർച്ചവ്യാധികളും പടരുന്നതിനിടയിലുണ്ടായ ഈ പുതിയ കടന്നാക്രമണം മേഖലയിലെ മാനുഷിക ദുരിതം ഇരട്ടിയാക്കും. മധ്യ ഗസയിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ നീക്കം സമാധാന കരാറിനെ അട്ടിമറിക്കാനാണെന്ന് ഫലസ്തീൻ അതോറിറ്റി കുറ്റപ്പെടുത്തി കഴിഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 513 പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഇതിനിടെ ഇറാനുമേൽ ആക്രമണ ഭീതി ഉരുണ്ടുകൂടിയതിനിടെ ഇസ്രായേലിന് $667 കോടി ആയുധങ്ങൾ നൽകി US. വെള്ളിയാഴ്ച US കോൺഗ്രസ് അംഗീകരിച്ച ഇടപാടിൽ സൗദി അറേബ്യയ്ക്ക് $900 കോടി ആയുധങ്ങൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 30 അപ്പാച്ചെ ഹെലികോപ്റ്ററും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രായേലിന് നൽകുന്നത്. 730 പാട്രിയറ്റ് മിസൈലുകൾ അടക്കമാണ് സൗദിക്ക് നൽകുന്നതെന്നും നാറ്റോയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ പ്രധാന സഖ്യകക്ഷി രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതാണ് ഇടപാടെന്നും US വിദേശകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.